ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ ഈശോതൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. ആരാധ്യം യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻ മുഖമെൻ ഹൃദയത്തിൻ ആനന്ദമേ. ആരാധന 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം എൽറുഹ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ കർത്താവ് തന്ന ശക്തമായ ഒരു ദൈവിക സന്ദേശമാണ്. ശക്തമായ ദൈവവിളി ഉള്ളവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന സന്ദേശം. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തമായ ദൈവവിളി ഉള്ളവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. അത് ഈ ശുശ്രൂഷയിൽ മാത്രമല്ല, പല അത്ഭുതങ്ങൾ ജപമാല ശുശ്രൂഷകളിലും ഇവിടുത്തെ ധ്യാനങ്ങളിലും പല ധ്യാനങ്ങളിലും ഇടവക ധ്യാനങ്ങളിലൊക്കെ നമ്മൾ ധ്യാനിപ്പിക്കാൻ പോകുമ്പോഴൊക്കെ ഈശോ തരുന്നൊരു സന്ദേശമാണ്. ശക്തമായ ദൈവവിളിയുള്ളവരുണ്ട്, അവരെന്ത് വില കൊടുത്ത് അതിലേക്ക് സമർപ്പിക്കണമെന്ന് കർത്താവ് സന്ദേശം തരാറുണ്ട്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ ദൈവവിളി അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് എല്ലാ മാതാപിതാക്കളും എല്ലാ യുവതീ-യുവാക്കന്മാരും എല്ലാവരും തിരിച്ചറിയുക. പല മക്കൾക്കും ഇതിനെപ്പറ്റി ബോധ്യമില്ല. പലരും ചിന്തിക്കുന്നത് എനിക്കിഷ്ടമുണ്ടെങ്കിൽ ഞാനിങ്ങനെ അച്ഛനാവാനോ സിസ്റ്ററാവാനോ സന്യാസിയായി തീരാനോ പോകുന്നു, എനിക്കിഷ്ടമില്ലെങ്കിൽ ഞാൻ പോകുന്നില്ല. എന്നാൽ തിരിച്ചറിയുന്നത് നമ്മുടെ ഒരു തിരഞ്ഞെടുപ്പല്ല, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് ദൈവവിളി. ദൈവം അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. ഈ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്ത അതേ കർത്താവ് തന്നെയാണ് ഇന്ന് നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് ഓരോ വ്യക്തികളെയും തിരഞ്ഞെടുക്കുക. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതായത് അപ്പോസ്തലന്മാരുടെ ദൈവവിളി അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ തിരഞ്ഞെടുപ്പ്, അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ നമ്മുടെ തിരഞ്ഞെടുപ്പ്. അല്ലെങ്കിൽ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് ഓരോ വ്യക്തികളെ ദൈവം തിരഞ്ഞെടുക്കുകയാണ് ദൈവത്തിന് വേണ്ടി ഫുൾ ടൈമറായിട്ട് ജോലി ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാം തിരുവചനം നമുക്ക് ഉച്ചത്തിൽ വായിക്കാം. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവന്റെ സമീപത്തേക്ക് ചെന്നു. തന്നോടുകൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുകളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. വലുതി പറഞ്ഞേ ഹല്ലേലൂയ. ഇരുകണത്തി പറഞ്ഞേ ഹല്ലേലൂയ. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിക്കുകയാണ്. യേശുവിന് ഇഷ്ടമുള്ളവരെ ഈശോ തൻ്റെ അടുത്തേക്ക് വിളിക്കുകയാണ്. അല്ലാതെ തനിക്ക് ഇഷ്ടമുള്ളവർ തൻ്റെ അടുത്തേക്ക് വരിക എന്ന് പറയുകയല്ല, കർത്താവിന് ഇഷ്ടമുള്ളവരെ കർത്താവ് പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് അപ്പോസ്തലന്മാരെ അങ്ങനെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത്.
അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ അവരുടെ ദൈവവിളിയുടെ ഒരു തുടർച്ചയാണ് ഇന്ന് നമ്മുടെ ദൈവവിളി, അല്ലെങ്കിൽ ഇന്നത്തെ അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, സന്യാസികൾ, സന്യസ്തർ എല്ലാവരും തന്നെ. അങ്ങനെ കർത്താവിന് വേണ്ടി മുഴുവനായി ജീവിക്കുക, ഇത് വലിയൊരു കാര്യമാണെന്നാണ് ബൈബിളിൽ പറയുക. അപ്പോൾ നമുക്ക് ദാവീദ് രാജാവിനെ തിരഞ്ഞെടുത്തപ്പോൾ ദാവീദിൻ്റെ പ്രത്യേകമായിട്ട് കുറേ കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികളിൽ നിന്ന് ഈ ദാവീദിനെ മാത്രം ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തു. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിനെ പറ്റി ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്, സങ്കീർത്തനം 16 പറയുന്നത് ഇങ്ങനെയാണ്, അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുക. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അദ്ദേഹത്തിന് ദൈവവിളി കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്. വീണ്ടും അദ്ദേഹം പറയുക, വിശിഷ്ടമായ അവകാശമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിശിഷ്ടമായൊരു അവകാശമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. പരിശുദ്ധ അമ്മ അങ്ങനെ തന്നെയായിരുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് ദൈവവിളി കിട്ടിയപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞത്, ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രവർത്തിക്കുമെന്നാണ് പറയുക. ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രവർത്തിക്കുക. അപ്പോൾ ദൈവവിളി കിട്ടുക വലിയൊരു ഭാഗ്യമാണ്, അത് വലിയൊരു കാര്യമാണ്. ശക്തനായവൻ എനിക്ക് വലിയൊരു കാര്യം ചെയ്തു തന്നെന്നാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്. അപ്പോൾ ദൈവവിളി കിട്ടുക എന്ന് വെച്ചാൽ അത് അഭികാമ്യമായ ദാനമാണ്. ദൈവവിളി കിട്ടുക എന്ന് വെച്ചാൽ അത് വിശിഷ്ടമായ അവകാശമാണ്. ദൈവവിളി കിട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്, അത് വലിയൊരു ഭാഗ്യമാണ്. ഇനി ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം നമുക്കൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഹെബ്രായർ 5-ാം അധ്യായം, ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 5-ാം അധ്യായം 4-ാം തിരുവചനം എല്ലാവരും ഏറ്റ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അഹ്റോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുകയല്ല. വലത് പറഞ്ഞേ ഹല്ലേലൂയ. ഇരുകരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അഹ്റോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയമേവ ഈ ബഹുമതി ഏറ്റെടുക്കുകയല്ല. കാരണം ഇതൊരു ബഹുമതിയാണ്. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു അച്ഛനുണ്ടാവുക, ഒരു സിസ്റ്റർ ഉണ്ടാവുക, ഒരു സന്യാസിനി ഉണ്ടാവുക, സന്യസ്തനുണ്ടാവുക, അതൊരു വലിയൊരു ബഹുമതിയാണ്, അഭികാമ്യമായ ദാനമാണ്, വിശിഷ്ടമായ അവകാശമാണ്, അത് വലിയൊരു കാര്യമാണ്, അത് വലിയൊരു ഭാഗ്യമാണ്. ഇതെല്ലാം വിശേഷണങ്ങളാണ് ദൈവവിളിയെ പറ്റി ബൈബിൾ പഠിപ്പിക്കുക. അതുകൊണ്ട് ദൈവവിളി നമ്മൾ സ്വീകരിക്കാനായിട്ട് വിമുഖത കാണിച്ചാൽ, ദൈവം വിളിച്ചിട്ടും നമ്മൾ അതിലേക്ക് പോകാതെ, അങ്ങനൊരു ചെറുപ്പം മുതൽ അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ചെറുപ്പം മുതൽ തന്നെ പലർക്കും കാണിക്കും. അപ്പം അതിലേക്ക് നമ്മൾ പോകാതിരുന്നു കഴിഞ്ഞാൽ ജീവിതം തന്നെ പരാജയപ്പെടുന്ന ഒരു അനുഭവം ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ ഒരു ധ്യാനം നടക്കുന്ന സമയത്ത്, ഒരു സിസ്റ്റേഴ്സിൻ്റെ ധ്യാനം ഒരു കോൺവെൻറ്റിൽ നടക്കുമ്പോൾ അവിടേക്ക് 2 പേര്, അവരുടെ ശുശ്രൂഷയിലായിരിക്കുന്ന 2 പേര്, അവരുടെ കൂടെ ശുശ്രൂഷ ചെയ്യുന്നൊരു ചെറുപ്പം സഹോദരനെ കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിന് ഹാർട്ടിന് കാര്യമായൊരു രോഗപീഠയാണ്. വളരെ ചെറുപ്പമുള്ള ഒരു സഹോദരനാണ്. നല്ല കാണാനും ഭംഗിയുണ്ട്, നല്ലൊരു മകൻ. അപ്പോൾ അവൻ്റെ ഒരു പ്രശ്നം ഇതാണ്, ഹാർട്ടിന് ഇങ്ങനെ ഒരു മസിൽസൊക്കെ എന്തൊരു വീക്ക് വന്നു. അങ്ങനെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു അത് പേസ് മേക്കർ വയ്ക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ സെക്കൻഡ് ഒപ്പീനിയൻ, തേർഡ് ഒപ്പീനിയനൊക്കെ പോയി. എല്ലാവരും ഈ ഒരു കാര്യം തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് വിഷമത്തോടെ ഭയത്തോടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് ഇങ്ങനെ കാണിക്കുകയാണ്, നല്ല ദൈവവിളിയുണ്ട്. ഇങ്ങനെ ഒരു സ്വരം എൻ്റെ ചെവിയിൽ വന്ന് പതിക്കുക, നല്ല ദൈവവിളിയുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കണ്ണടച്ച് പറയുകയാണ്, നിനക്ക് നല്ല ദൈവവിളി ഉണ്ടായിരുന്നു, നിനക്ക് നല്ല ദൈവവിളി ഉണ്ടായിട്ട് നീ അതിലേക്ക് സമർപ്പിക്കാതിരുന്നതാണ് നിനക്ക് ഇങ്ങനൊരു പ്രത്യേകമായൊരവസ്ഥ വരാൻ കാരണമെന്ന് ആത്മാവ് കാണിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവൻ്റെ സ്വരം, കരച്ചിലിൻ്റെ സ്വരം കേട്ടിട്ടാണ് ഞാൻ കണ്ണു തുറക്കുക. ഇത് ആ സഹോദരൻ അവിടെ ഇരുന്ന് വാവിട്ട് കരയുക. ഇവൻ പറയാം, അച്ഛൻ പറഞ്ഞത് ശരിയാണ് അച്ഛാ, കാരണം എനിക്ക് ചെറുപ്പം മുതലേ ഒരച്ഛനാണെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ അങ്ങനെ ഞാൻ +2 കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി. അവിടെ വൊക്കേഷൻ ക്യാമ്പ് അല്ലെങ്കിൽ അതിൻ്റേതായ ധ്യാനമൊക്കെ കൂടി തീരുമാനമെടുത്ത് എൻ്റെ പേരൊക്കെ കൊടുത്ത് എല്ലാം പോകുന്നതാണ്. പക്ഷേ എൻ്റെ അപ്പൻ എന്നെ വിട്ടില്ല. എൻ്റെ അപ്പച്ചന് ഇഷ്ടമില്ല ഞാനിങ്ങനെ അച്ഛനായി തീരുന്നത്. അങ്ങനെ ഞാൻ ഒറ്റ മോനാണ്, ആണും പെണ്ണായിട്ട് ഒരു മകനുള്ളൂ. അപ്പോൾ അപ്പച്ചൻ എന്നെ വിട്ടില്ല. അങ്ങനെ എൻ്റെ എത്രയും ചെറുപ്പത്തിൽ തന്നെ അതിനെ ആ കല്യാണപ്രായം ആകുമ്പോഴേക്കും എന്നെ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു. ഇപ്പോൾ എനിക്കൊരു കുഞ്ഞു കുട്ടിയുണ്ട്. ഇപ്പോൾ ഇതേ ഇങ്ങനൊരു രോഗാവസ്ഥയിലായിരിക്കുകയാണ്. കണ്ടോ, മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഒരുപാട് ദൈവവിളിയുടെ അനുഭവമുണ്ട്. ഒരുപാട് വിശേഷങ്ങൾ ദൈവവിളിയെ പറ്റി എനിക്ക് പറയാനുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് വീണ്ടും ഇന്നേ ദിവസം ഈ സമൂഹത്തിന് വേണ്ടി ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചപ്പോൾ ഈശോ പറയുക, നല്ല ദൈവവിളിയുള്ള മക്കൾ, ദൈവത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട മക്കൾ, ദൈവത്തിന് എല്ലാവരും ഇഷ്ടമാണ്. പക്ഷെ അതിൽ ഈ ദൈവവിളിയുള്ളവരെ കർത്താവിന് കൂടുതലൊരു ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടല്ലേ തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചെന്ന് പറയുക. എന്തുകൊണ്ടാണ് ദൈവത്തിന് നമ്മെ ഇഷ്ടപ്പെട്ടതെന്ന് നമുക്കൊന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ദൈവത്തിന് നമ്മെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് സമർപ്പിച്ചേ മതിയാവും. അപ്പോൾ ദൈവവിളി തിരിച്ചറിയുക, അതിലേക്ക് സമർപ്പിക്കുക,
ചെയ്യുക. ഇപ്പോൾ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹം, സ്വർഗ്ഗരാജ്യത്തിലേക്ക് നമുക്ക് അനായാസം പ്രവേശനം ലഭിക്കുമെന്നാണ് 2 പത്രോസ് 1:10 എഴുതി വെച്ചിരിക്കുക. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളിപ്പോൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വചനഭാഗം സങ്കീർത്തനം 16:5. ദാവീദ് രാജാവിന് ദൈവവിളി കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സന്തോഷം അദ്ദേഹം രേഖപ്പെടുത്തിയത് നമുക്ക് ഉച്ചത്തിൽ വായിക്കാം. ഉച്ചത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവാണ് എന്റെ ഓഹരിയും പാനപാത്രവും എന്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ്. അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്. വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രിയിലും എന്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. കർത്താവ് എപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. അവിടുന്ന് എന്റെ വലതുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അതിനാൽ എന്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. എന്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അങ്ങ് എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലതു കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. ഇരുകരത്തിൽ സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തമായി സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ദൈവവിളി ഉണ്ടാവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിളവധികം വേലക്കാര് ചുരുക്കം. അതുകൊണ്ട് തന്നെ വിളഭൂമിയിലേക്ക് വേലക്കാരയക്കാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ധാരാളം വൈദികര്, സിസ്റ്റേഴ്സ്, ആത്മായ പ്രേക്ഷകര്, ശുശ്രൂഷകര്, സന്യസ്തരുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവവിളി തിരിച്ചറിയാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം വിളിച്ചവരെല്ലാവരും പോകണം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിക്കുന്നു. ദൈവവിളി തിരിച്ചറിയാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവവിളിയിലേക്ക് സമർപ്പിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരമടിച്ച് യേശുവിലേക്ക് നോക്കിക്കൊണ്ട് ശക്തിയോടെ കരങ്ങൾ വീശിയടിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവേ ആരാധന, നിത്യസത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന, നിതാന്ത സ്നേഹമേ ആരാധന. നിത്യപിതാവേ ആരാധന, നിത്യസത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന, നിതാന്ത സ്നേഹമേ കരമുയർത്തി ആരാധന 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 വീശി ആരാധന 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 ആരാധന. വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവേ, പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അമലൽപ്പം അറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗ്ഗത്തിൽ വിശുദ്ധരെ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക് ഇത് ആരൊക്കെ കാണുന്നുണ്ടോ അവരിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ സത്യപഥനെ സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ, രൂപാന്തരപ്പെടെ തിരത്താ കഴിയണമേ. സകല ശുദ്രം, മന്ത്രവാദ, ആഭിചാരം, കൂടോത്രം, ദുഷ്ദോഷം, ഐശാചി, അകപ്പീടല, ബാധകൾ, കൈവശങ്ങൾ ദൂരേറ്റണമേ. പാപകരമായ സകലതും അസൂയ, ചതിയും വഞ്ചന ഞങ്ങൾ എന്നേക്കുമായി വിട്ടുപോട്ടെ. സർവസ്വനായ ദൈവത്തിലെ സത്യ രക്ഷകനായ യേശുക്രിസ്തു നാമത്തിൽ
പരിശുദ്ധ കന്യാമണി സത്യരെ മധ്യസ്ഥാനം നികാ റബ്ബ ഗബ്രിയ മലമടി സത്തമാ സാന്താ സംരക്ഷത്താലും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലും വ്യക്തിത്വത്തിലും സമൂഹത്തിലെ എല്ലാ തിന്മകളും വെള്ളത്തിലും വായിലൂടെ വസ്ത്രത്തിലും ഭക്ഷണം വളർന്നു വന്ന മാനസികമോ ശാരീരിക ആത്മീയമായുള്ള മാനസികമോ പ്രാപഞ്ചമോ പൈശാചികമുള്ള സകല ബന്ധനങ്ങളും മത്തായി 4:10 ലൂക്ക 4:8 മർക്കോസ് 16:5 ഒന്നിയോന 3:8 പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടി ആ ദൈവപുത്രം വന്നെങ്കിൽ അതിന് ശരിയ സകലവിധ പ്രകൃതിസ്വാമി ഡിവിന് ഇടിവിട്ട് നാശങ്ങൾ ഉറപ്പ് ദ്വേഷം വാശി വരാനും തർക്കം കലങ്ങളും പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ജടിയാ ദ്രവ്യാസ് കോപാസ് ഭക്ഷണാസതി സ്വയം പോകം സ്വർഗ്ഗപോകം തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വ്യഭിചാര ദുർബോധം അഹങ്കാരം അസൂയ അലസ മോഹം കോപം കൊതി വിവാഹ തടസ്സം ജോലി തടസ്സം വിൽപ്പനാസം യാത്രാതടസ്സം പഠനാതടസ്സം കോടതിയിൽ സാമ്പത്തികം കൊണ്ട് കണ്ണ് മൂക്ക് ചെവി നാക്ക് തൊക്ക് ആന്തരിക ബാഹ്യ ചെറുതൊരു രോഗപീഠകൾ അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം കുറ്റബോധം ലജ്ജ തൊട്ടാവാടി സ്വഭ വിശ്വാസക്കുറവിന് ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കും സ്തുതിച്ച് പ്രാർത്ഥിക്കും മരണമായിക്കുക ജപമാചരണ തടസ്സങ്ങൾ രോഗശാന്തി തടസ്സങ്ങൾ സന്ദേശങ്ങളുടെ തടസ്സങ്ങൾ വന്യജീവികളുടെ ക്ഷുദ്രജീവികളുടെ ആക്രമണങ്ങൾ അതിന് പിന്നിപ്പോത്തിക്കുന്ന പൈശാചി അരുവി അന്താശക്തി സാധാരണശക്തി ദുഷ്ടശക്തികളെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു യേശുനാഥി ബന്ധിക്കുന്നു യേശുനാഥി ബഹിഷ്കരിക്കുന്നു ഈശ്വരെ കുറിച്ച് ആട്ടിപ്പായിക്കുന്നു നീ മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലെ കൂട്ടായ്മയിലോ ഈ ശുശ്രൂഷയിൽ കാണുന്നവരിലോ പ്രവേശിച്ചു വരുന്ന സാത്താനെ നിന്നോഞ്ഞ കൽപ്പിക്കുന്നു 83-ാം സംഗീതത്തിൻ്റെ അഭിഷേകം നിന്ന് അനുഗ്രഹിക്കുന്ന കർത്താവേ ഇസ്രായേലിലെ വൈരികളെ നശിപ്പിക്കണമേ ദൈവമേ ഇസ്രായേലിലെ വൈരികളെ നശിപ്പിക്കണമേ കർത്താവേ ഹാലുലി അലുലി അലുലിയ ശക്തമായി ശ്രദ്ധിച്ച് ഹാലുലി അലുലി 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 അലുലിയ ശക്തിയോടെ കരമടിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. സൃഷ്ടികളെല്ലാം സൃഷ്ടാവിനെ ആരാധിച്ചിടുവിൻ, ഭൂവാസികളെ ദൈവപുത്രനെ ആരാധിച്ചിടുവിൻ. സൃഷ്ടികളെല്ലാം സൃഷ്ടാവിനെ ആരാധിച്ചിടുവിൻ, ഭൂവാസികളെ ദൈവപുത്രനെ ആരാധിച്ചിടുവിൻ. അവനല്ലോ ഏകരക്ഷകൻ, അവനല്ലോ ഏകനായകൻ, അവനല്ലോ സൗഖ്യനായകൻ, അവനല്ലോ തിരുവോസ്തിരൂപൻ. പടി അവനല്ലോ ഏകരക്ഷകൻ, അവനല്ലോ ഏകനായകൻ, അവനല്ലോ സൗഖ്യനായകൻ, അവനല്ലോ തിരുവോസ്തിരൂപൻ. കരമുയർ ആരാധന അങ്ങേക്ക് ആരാധന, 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 ആരാധന അങ്ങേക്ക് ആരാധന. കരമൊത്ത് സ്തുതിച്ച് ഹാലുലി അലുലി 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 അലുലിയ. എല്ലാവരും ശക്തമായി സ്വതന്ത്രമായി സ്തുതിച്ച് ഹാലുലി അലുലി 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 അലുലിയ. ശക്തമായി സ്തുതിച്ച് രോഗികളായ മക്കളെ രോഗശാന്തിക്ക് വേണ്ടി ആഗ്രഹിച്ച് പൈശാചിക ബന്ധങ്ങൾ വിട്ടുപോകാൻ വേണ്ടി ആഗ്രഹിച്ച് സ്തുതിച്ച് പുതിയ ബോധ്യങ്ങൾ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. തെറ്റായ ബോധ്യങ്ങളെല്ലാം മാറിപ്പോട്ട് സമയം ഏറ്റുപറഞ്ഞ വചനത്തിന്റെ അഭിഷേകം, വചനാഭിഷേകം നിറയട്ടെ, തിരുനത്തെ അഭിഷേകം ജ്വലിക്കട്ടെ. ശാന്തമായ സ്വസ്ഥാനത്തിരുന്നുകൊണ്ട് ശക്തമായി സ്തുതിക്കുക, ശക്തമായി സ്തുതിക്കണം. ഹാലേലിയ ഹാലേലിയ സ്തുതിക്കുക. ഭാഷയുള്ള ഭാഷ അത് സ്തുതിച്ചുകൊണ്ടേയിരിക്കുക. ശക്തമായി സ്തുതിച്ച് കൊച്ചുകുട്ടികളും യുവതി യുവാക്കന്മാരെല്ലാവരും ദൈവത്തെ സ്തുതിക്കുക. ഹാലേലിയ 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 പറഞ്ഞ് സ്തുതിക്കുന്നു. ഭാഷയുള്ള ഭാഷ അത് ശക്തമായി സ്തുതിക്കുന്നു. കൊടക് എന്ന ദേശത്തിരുന്നുകൊണ്ട്
ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് ശക്തമായിട്ട് ഇടപെടുന്നുണ്ട്. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. അപസ്മാരമുള്ളവർ പ്രാർത്ഥിക്കുക. അപസ്മാരം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഉദരസംബന്ധമായ രോഗമുള്ള ഒരു പാട്ടുകാരനെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. മൂത്രസഞ്ചി ഇറങ്ങി വരുന്ന അവസ്ഥ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും ശക്തമായി ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിക്കുക. ഹല്ലേലൂയ വേഗത്തിൽ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് സ്തുതിക്കട്ടെ. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒരു ആരാധനയുടെ അഭിഷേകം കൊണ്ട് നിറയട്ടെ. ദൈവത്തെ ഭയപ്പെടാൻ കർത്താവ് സന്ദേശം തരിക. ദൈവത്തെ ഭയപ്പെടുന്നവൻ ഹൃദയം ഒരുക്കി വയ്ക്കും. ദൈവത്തെ ഭയപ്പെടാൻ ഈശോ പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിശ്വാസ പ്രമാണം എന്ന പ്രാർത്ഥന കൂടെ ചൊല്ലുന്നത് വളരെ നല്ലതാണെന്ന് ഈശോ കാണിക്കുന്നു. ഏറ്റവും ചുരുങ്ങിയത് ഒരു 12 പ്രാവശ്യമെങ്കിലും എല്ലാ ദിവസവും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണെന്ന് ഈശോ കാണിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ചൊറിയാമ്പുഴുവിന്റെ ശല്യമുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ കർത്താവ് വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ ചാവറയച്ചന്റെ സാന്നിധ്യം കാണിക്കുന്നു. ചാവറയച്ചനോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഭക്തിയുള്ള മക്കളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. കൈപ്പത്തിയിലെ തൊലി പൊളിഞ്ഞു പോകുന്ന അവസ്ഥ കർത്താവ് സൗഖ്യം അനുഗ്രഹിക്കുന്നുണ്ട്. ഗർഭനിരോധന ഉറകൾ ഉപയോഗിക്കുന്ന മക്കള് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതായിട്ട് കാണിക്കുന്നു. അത് തുറന്ന് കുമ്പസാരിക്കാനും ഇനി അങ്ങനെ ചെയ്യരുതെന്ന് കർത്താവ് സന്ദേശം തരുന്നു. ഗർഭനിരോധന ഉറകൾ ഉപയോഗിച്ച് കുട്ടികളെ തടയുന്ന മക്കളെ കാണിക്കുന്നു. വലിയ പാപമാണ് ചെയ്യുന്നത്. അത് കുമ്പസാരത്തിൽ പോലും പലരും പറഞ്ഞിട്ടില്ല. തുറന്ന് കുമ്പസാരിക്കാനും അത്തരം പ്രവൃത്തികളിൽ നിന്ന് പിന്മാറാനും ശക്തമായ താക്കീത് കർത്താവ് അവർക്ക് തരികയാണ്. ജോലി തടസ്സമുള്ളവർ പ്രാർത്ഥിക്കുക. ജോലി തടസ്സങ്ങൾ എടുത്തു മാറ്റി ജോലി നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വിവാഹ തടസ്സങ്ങൾ എടുത്തു മാറ്റി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ചെവി സംബന്ധമായ രോഗമുള്ളവർ പ്രാർത്ഥിക്കുക. ചെവി കേൾവിക്കുറവും ചെവിക്കടിയും ചെവിയിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന അവസ്ഥകളൊക്കെ ഉള്ളവർ പ്രാർത്ഥിക്കുക. സൗഖ്യം അനുഗ്രഹിക്കുന്നുണ്ട്. വൈൻ ഉണ്ടാക്കുന്ന മക്കളെ കാണിക്കുക. ചാമ്പിക്ക, ലൂപിക്ക, നെല്ലിക്ക, മുന്തിരി, വൈൻ ഉണ്ടാക്കുന്ന ചില മക്കളെ കാണിക്കുന്നു. അതിന് പിന്തിരിയാൻ ഈശോ പറയുന്നു. വീഞ്ഞുണ്ടാക്കുകയോ കുടിക്കുകയോ ചേരുന്ന ഈശോ പറയുന്നു. അതില് ഇങ്ങനെ വീഞ്ഞുണ്ടാക്കുന്ന ഒരാൾക്ക് കാൽമുട്ടിന്റെ ലിഗമെന്റിന് കാര്യമായി കംപ്ലൈന്റ് ഉള്ള ഒരു വ്യക്തിയാണ്. അത് വരാൻ കാരണം ആ വ്യക്തി വീഞ്ഞുണ്ടാക്കുന്ന പ്രത്യേകിച്ച് മുന്തിരി വൈൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായിട്ട് കാണിക്കുക. അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞ് തുറന്ന് കുമ്പസാരിക്കാൻ ഈശോ പറയുന്നു. ഷോൾഡർ പെയിൻ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. സംസാര തടസ്സം കർത്താവ് എടുത്തുമാരി അനുഗ്രഹിക്കുന്നുണ്ട്. കുത്തിയുള്ള ചുമ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ അന്തോണീസിനോടും വിശുദ്ധ റാഫേൽ മാലാഖയോടും പ്രാർത്ഥിക്കുന്ന മക്കള് അവരുടെ നിയോഗങ്ങൾ കർത്താവ് സാധിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. നാവിന് ക്യാൻസർ ഉള്ള ഒരു വ്യക്തി കർത്താവ് സൗഖ്യം അനുഗ്രഹിക്കുന്നു. പാവട്ടി എന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നുണ്ട്. യൂട്രസിൽ മുഴയുള്ള ബീന എന്ന മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മൂത്രം തുള്ളിയായി പോകുന്ന അവസ്ഥ ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം അനുഗ്രഹിക്കുന്നു. ശക്തമായ തൊണ്ടവേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ബോംബെയിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നുണ്ട്. അയൺ ബോക്സിൽ നിന്ന് ഈ അടുത്ത് ഷോക്കേറ്റ ഒരു വ്യക്തിയോട് കഴുത്തിൽ ഉത്തിരിയം ധരിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. സിനി എന്ന മകളോട് എൽറുഹ ദൈവവചന ശുശ്രൂഷയിലൂടെ നിനക്ക് ലഭിച്ച അനുഗ്രഹം എൽറുഹയിൽ വന്ന് സാക്ഷ്യം പറയാൻ കർത്താവ് സന്ദേശം തരുന്നു. അമിതമായ ബ്ലീഡിംഗ് ഉള്ള ഒരു മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഈദൻ എന്നൊരു പേര് തരുന്നു. കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. സ്ഥലവിൽപ്പന തടസ്സങ്ങൾ കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. പശുക്കൾ ചത്തുപോകുന്ന പശുക്കൾക്ക് എന്നും രോഗപീഠ വരുന്ന അവസ്ഥയുള്ള വീട്ടുകാരോട് വെഞ്ചരിച്ച കല്ലുപ്പ് വിതറിയിട്ട് പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. 3 പേരുടെ അതിശക്തമായ തോളല് വേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ പറയുക. ഈ ശുശ്രൂഷ കാണുന്ന ഒരുപാട് മക്കള് വെറുതെ ഇരുന്നത് കാണുന്നല്ലാതെ സ്തുതിക്കുന്നില്ല എന്ന് ഈശോ കാണിക്കുന്നു. വാ തുറന്ന് സ്തുതിക്കാൻ ഈശോ പറയുന്നു. അപ്പോഴാണ് അഭിഷേകം വരിക, അനുഗ്രഹം കിട്ടുക എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുന്നു. സന്തോഷം എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഹൈപ്പർ ആക്റ്റീവായ കുട്ടിക്ക് കർത്താവ് സൗഖ്യം നൽകുന്നുണ്ട്. ഈ കുട്ടിയുടെ കഴുത്തിൽ ഉത്തിരിയം ധരിപ്പിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. കാൽമുട്ടിന് ഓപ്പറേഷൻ കഴിഞ്ഞ് എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്തൊരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മുടികൊഴിച്ചിൽ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. പാണ്ഡുരോഗമുള്ള ഒരു മകളോട് മരിച്ചുപോയ പൂർവ്വികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സന്ദേശം തരുന്നു. പ്രഭാഷകം 35:11 വചനം കർത്താവ് തരിക. കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത്, സന്തോഷത്തോടെ ദശാംശം കൊടുക്കാൻ ഈശോ പറയുന്നു. രാത്രിയിൽ അറിയാതെ കിടക്കിയിൽ മൂത്രമൊഴിക്കുന്ന ഒരു മകൾക്ക് കർത്താവ് അതിന് വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നു. പനി മൂലം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന വ്യക്തിയുടെ കഴുത്തിൽ ഉത്തിരിയം ധരിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ കർത്താവ് എല്ലാവർക്കും സന്ദേശം തരികയാണ്. സാന്ദ്ര എന്ന മകളുടെ അലർജി മൂലമുള്ള തുമ്മല് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മുത്തു എന്ന് വിളിപ്പേരുള്ള വ്യക്തിയുടെ ശരീരത്തിലെ ചുണങ്ങ് കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. റോബിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കുറുക്കന്റെ ശല്യം ഒരു വീട്ടിൽ നിന്ന് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ഇയർ ബാലൻസിന്റെ പ്രശ്നമുള്ള ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നു. അയലമീൻ കൂട്ടുമ്പോൾ അലർജി ഉള്ള ഒരു മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. സോഡിയത്തിന്റെ അളവ് കുറഞ്ഞു പോകുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് വയർ അപ്സെറ്റ് ആകുന്ന മകനെ കാണിക്കുന്നു. ആ മകൻ അരവണ പായസം ധാരാളം കഴിക്കാറുള്ളതായിട്ട് കാണിക്കുന്നു. അത് ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കാനും ഇനി കഴിക്കരുതെന്നും കർത്താവ് സന്ദേശം തരുന്നു. സാലി എന്ന മകളുടെ പല്ല് സംബന്ധമായ രോഗം കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ഒരു മകന്റെ വിവാഹ തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. നടുവേദനയുള്ള മകളോട് വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വീഞ്ഞ് നശിപ്പിച്ചു കളയാൻ കർത്താവ് സന്ദേശം തരുന്നു. രക്തത്തിൽ അണുബാധ കാരണം ശരീരത്തിലെ കുരുക്കൾ വരുന്ന അവസ്ഥ കർത്താവ് ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. എൽറുഹ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചത് വഴി മൂക്കിന്റെ പാലം വളഞ്ഞിരിക്കുന്ന അവസ്ഥ അത് മാറി കിട്ടിയിട്ടും ഇതുവരെ സാക്ഷ്യപ്പെടുത്താത്ത ഒരാളോട് ഇത് സാക്ഷ്യപ്പെടുത്താൻ കർത്താവ് സന്ദേശം തരുന്നു. 2 ഇരട്ട സഹോദരങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. പൈൽസ് രോഗമുള്ള ഒരു സഹോദരിയോട്
സെക്കൻഡ് സ്റ്റഡ് ഊരിമാറ്റി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശിച്ചിരുന്നു. ആഫ്രിക്കയിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഒരു വൈദികനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഒരു കുട്ടിയുടെ അഡിനോയിഡ് കർത്താവ് സൗഖ്യപ്പെടുന്നു. പൂക്കൾ വിൽക്കുന്ന കട നടത്തുന്ന ഒരു മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. വലിയ സാമ്പത്തിക കടബാധിതനായിരിക്കുന്ന സ്റ്റീഫൻ എന്ന മകനോട് തുറന്ന കുംഭസാരം നടത്തി പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. രാജമ്മയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. എപ്പോഴും ഉറക്കം വരുന്ന അവസ്ഥയുള്ള ഒരു യുവാവിനോട് വെഞ്ചരിച്ച തേൻ കഴിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശിച്ചിരുന്നു. അമ്മ സിന്ധുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളുടെ പ്രാർത്ഥന ഈശോ കേൾക്കുന്നു. തൈറോയ്ഡ് ക്യാൻസർ ബാധിച്ച ഒരാളോട് പരിപൂർണമായി എല്ലാവരും ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശിച്ചിരുന്നു. നാളുകളായി തലനീരടക്കം കർത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു. വലിയൊരു കേസിൽപ്പെട്ട് ജയിലായിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. രാത്രിയിൽ ഇടയ്ക്കിടെ ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേൽക്കുന്ന അവസ്ഥ, അങ്ങനെയുള്ള മിനി എന്ന മകളെ കർത്താവ് ആ മേഖലയിൽ വിടുതൽ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം കർത്താവ് തരുന്നതിനോർത്ത് നന്ദി പറയുന്നു. എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ 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 സ്തുതിക്കുന്നു. എൻ്റെ പേര് മേരി. ഞാൻ ഇരിട്ടിയിലുള്ള എടൂർ ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ ആങ്ങളയ്ക്ക് വേണ്ടിയിട്ടൊരു സാക്ഷ്യം പറയാനാണ്. എൻ്റെ ആങ്ങളയ്ക്ക് പാൻക്രിയാസിൽ കല്ലായിരുന്നു. കല്ല് വല്ലാതെ വളർന്നു. മൂത്രാശയത്തിന് തടസ്സമുണ്ടായി. ഒരു വലിയ കല്ല് വളർന്ന് ബ്ലോക്കായി കിടന്നു. മൂത്രം പോകാതെയായി, ഇൻഫെക്ഷനായി, മഞ്ഞപ്പിത്തം കയറി മൂടി. അവസാനം അങ്ങേറ്റം എത്തി. 3 സർജന്മാരെ കാണിച്ചിട്ടും അവർ പെട്ടെന്ന് പിറ്റേന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്തില്ലേ ആളിൻ്റെ നില പോക്കാന്ന് പറഞ്ഞു. നോക്കുമ്പോൾ സാമ്പത്തികം ഇല്ല. ഞാൻ പിന്നെ അന്ന് ഡിസ്ചാർജ് വാങ്ങി തിരിച്ചു വന്നു. പിറ്റേന്ന് 9 മണിക്ക് പിന്നെ ഓപ്പറേഷൻ തീരുമാനിച്ചതാണ്. 2 ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഒന്ന് ആദ്യം കീ ഹോൾ ചെയ്തിട്ട് അത് എടുത്തിട്ട് വലിയ ഓപ്പറേഷൻ പുറകെ ചെയ്യണമെന്ന് പറഞ്ഞു. അന്നേരം ഇവർ ഡിസ്ചാർജ് ആയി പോകുന്നു. ഞാനും വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് ശനിയാഴ്ച വൈകുന്നേരം ഇവിടുത്തെ ഏൽറുഹയിൽ ശുശ്രൂഷ കൂടി. അപ്പം ഞാൻ ഇങ്ങനെ ദൈവമേ പിന്നെ ഓപ്പറേഷൻ കൂടാതെ സുഖമാകുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് നേർന്നു. അന്ന് തന്നെ അച്ഛൻ വിളിച്ച് പറഞ്ഞു, ജോർജ് എന്നൊരു മകനെ പാൻക്രിയാസിൽ കല്ല് കൂടി ഇൻഫെക്ഷനായി മഞ്ഞപ്പിത്തം ബാധിച്ച മകനെ കർത്താവ് അത്ഭുതകരമായി സുഖപ്പെടുത്തുന്നു. നല്ലൊരു കൈയടി കൊടുത്തേ കേട്ടോ. ഓൺലൈനിൽ കാണുമ്പേ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ഈ കല്ല് തനിയെ മൂത്രസഞ്ചിയിൽ വീഴുകയും മഞ്ഞപ്പിത്തം കുറേശ്ശെ ആയിട്ട് 2 ആഴ്ച കൊണ്ട് കുറഞ്ഞ് അവന് പരിപൂർണ സൗഖ്യം കിട്ടുകയും ചെയ്തു. അതേ തുടർന്ന് എനിക്ക് ചെവിക്കകത്തൊരു ചെറിയ പ്രാണി പോയിട്ട് ഞാൻ അങ്ങനെ തോന്നി കളഞ്ഞു. പക്ഷെ അത് കടിച്ച് അവിടെ മുറിവാക്കി. എന്തെല്ലാം മരുന്ന് ചെയ്തിട്ടും പിന്നെ ഈ ഇത് മാറുന്നില്ലായിരുന്നു. ഭയങ്കര വേദന. മരുന്ന് ചെയ്തിട്ട് മാറിയില്ല. ചെവിക്കുറ്റി എല്ലാം നീരും വെച്ച് ഭയങ്കര വേദനയായിരുന്നു. സഹിക്കത്തില്ലാത്ത വേദനയായിരുന്നു. അപ്പം ഞാൻ ഇവിടുത്തെ ഒലിവ് ഓയിൽ പുരട്ടി, വെഞ്ചരിച്ച ഒലിവ് ഓയിൽ പുരട്ടി അതോടുകൂടി ആ ചെവി വേദനയും മാറിക്കിട്ടി. കർത്താവിന് ഒരുപാട് നന്ദി. ഞാനൊരു ശനിയാഴ്ച വൈകുന്നേരം ഷാലോം TV-ൽ. ശാലോം ശുശ്രൂഷയിലെ വിളിച്ചു പറഞ്ഞത് നല്ലൊരു കൈയോടി കൊടുത്തേ കണ്ടോ. ശാലോമിലെ എൽറുഹ ദൈവവചന ശുശ്രൂഷ ഒരു 25-26 മിനിറ്റിൻ്റെ ശുശ്രൂഷയാണ് ശാലോമിലെ ശുശ്രൂഷ. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആങ്ങളയുടെ കാര്യം വിളിച്ചു പറഞ്ഞത്. ഇങ്ങനെ ജോർജ് എന്ന മകൻ്റെ പാൻക്രിയാസിലെ കല്ല് കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. പിറ്റേ ദിവസം അത് കല്ല് മൂത്രത്തിലൂടെ പോവുകയാണ്. കണ്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ എൽറുഹ ദൈവവചന ശുശ്രൂഷയിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ദൈവത്തെ നമ്മൾ സ്തുതിക്കണം. സ്തുതിക്കാൻ പറയുമ്പോൾ സ്തുതിക്കണം. വചനം ഏറ്റു പറഞ്ഞിട്ടുള്ള സ്തുതിപ്പ്, അതാണ് എൽറുഹ ദൈവവചന ശുശ്രൂഷ. വചനം ഏറ്റു പറയുക, എന്നിട്ട് ആ വചനത്തിൻ്റെ അഭിഷേകം അറിയാൻ വേണ്ടി ശക്തമായി അറിയാവുന്ന പോലെ ഹല്ലേലൂയ വേഗത്തിൽ ഉച്ചത്തിൽ പറഞ്ഞ് സ്തുതിക്കുക. അപ്പോഴാണ് നമ്മൾ ആ ഏറ്റു പറഞ്ഞ വചനത്തിൻ്റെ അഭിഷേകം നമ്മിൽ നിറയുക. നമുക്ക് ഈ സമയം മുട്ടുകൾ കുത്തി കരം ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇനിയും സ്തുതിക്കാത്തവരുണ്ടെങ്കിൽ ഈ സമയം ശക്തമായി സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സ്തുതിച്ചേൻ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ